ആസിഫേ, ആ വാടാ. എടാ നിന്റെ ഫോൺ കൊടുത്താ, മഞ്ചാടി ഒന്ന് വിളിക്കണം. ഞാൻ എൻ്റെ ഫോൺ വീട്ടിൽ വെച്ചിട്ട് ഇറങ്ങിയേക്കുന്നേ. ഡാടാ, ഞാൻ പേഴ്സണലായി ഉപയോഗിച്ച നമ്പറാ, നീ വെച്ചോ. എല്ലാരും ഉറങ്ങിക്കാണും. ജീവനെ ഒന്ന് വിളിക്കാം. ഹലോ. ആ മഞ്ചാടി, ഇത് ഞാനാ. ഞാൻ ജീവന്റെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങായിരുന്നു. ആ വിളിച്ചില്ലല്ലോ? ഇല്ല, എന്തു പറ്റി? ഞാൻ എൻ്റെ ഫോൺ വീട്ടിൽ വെച്ചിട്ട് ഇറങ്ങിയത്. അത് കൈവച്ചാലേ ഒരു ടവർ നോക്കി ലൊക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ? ഞാൻ ഈ ലൊക്കാലിറ്റി തന്നെ ഉണ്ടാവും. തൽക്കാലം ഒളിച്ച് താമസിക്കാൻ പറ്റിയൊരു ഇടം ആസിഫ് ചെയ്തു തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അവിടെയാ. നാളെ നീ എത്തി ഉടനെ വിളിക്കണം. വലിയ റിസ്കിലേക്ക് നമ്മൾ പോകുന്നത്. നീ ഓക്കെ ആണല്ലോ അല്ലേ? എന്തിനാ ജീവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇതെന്റെ ആവശ്യം, എന്റെ ഇഷ്ടം. മരിച്ചാലും മഞ്ചാടി ഈ തീരുമാനത്തിൽ നിന്ന് മാറില്ല. ശരി, ഓക്കെ ഓക്കെ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എടുത്തിയാട്ടമായി പോയെന്ന് നാളെ ഒരിക്കലും തോന്നരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി കൂടി നിനക്ക് ചിന്തിക്കാൻ സമയമുണ്ട് മഞ്ചാടി. എനിക്ക് ചിന്തിക്കാൻ ഒന്നുമില്ല ജീവൻ. നീ ഇപ്പൊ പഞ്ചരത്നം വീട്ടിൽ വണ്ടിയായി വന്നാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങി വരാൻ തയ്യാറാ. ഇവിടെ എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ വന്ന ആരും അറിയാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. മഞ്ചാടി, നീ എവിടെയാ? ദാ വരുന്നേ ചേച്ചി. ജീവ, അനു ചേച്ചി വിളിക്കുന്നു. ഞാൻ വെക്കുക, നാളെ വിളിക്കാം. മഞ്ചാടി രണ്ടും കൽപ്പിച്ചത് തന്നെയല്ലേ? അതെ, ഇപ്പം അനുചേച്ചിയെ വിളിച്ചത്. ഇന്ന് രാത്രി അവരവളെ കയ്യോടെ പിടിച്ച് വീട്ടുതടങ്കലിലാക്കിയില്ലെങ്കിൽ മഞ്ചാടി നാളെ എൻ്റെ അടുത്ത് എത്തിയിരിക്കും ആസിഫേ. ആ ഡാ, ഇനി തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല, മുന്നോട്ട് തന്നെ. എന്നാ നീ കിടന്നോ, ഞാൻ അപ്പുറത്തുണ്ടാവും കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.